നമസ്കാരം, ഞാൻ ഷാജിത്ത്. മകരജ്യോതി, മകരസംക്രാന്തി ഇവ കേൾക്കാത്ത മലയാളികളുണ്ടാവില്ല. എന്നാൽ ഇവ എന്താണെന്ന് ശരിക്കും അറിയാത്ത ചിലരെങ്കിലും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. സൂര്യൻ മകരരാശിയിലേക്ക് അഥവാ കാപ്രിക്കോണിലേക്ക് കടക്കുന്നതിനെയാണ് മകരസംക്രാന്തി എന്ന് പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഭൂമിക്ക് ചുറ്റുമുള്ള ആകാശത്തെ, ഭൂമിയെ ആവരണം ചെയ്ത് നിൽക്കുന്ന ഒരു ഗോളം പോലെ നമുക്ക് സങ്കല്പിക്കാം. ഇതിനെ ഖഗോളം അഥവാ സെലസ്റ്റിയൽ സ്ഫിയർ എന്നാണ് പറയുന്നത്. ഈ സെലസ്റ്റിയൽ സ്ഫിയറിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്ന പാതയെ, സൂര്യൻ സഞ്ചരിക്കുന്നതല്ല, ശരിക്ക് നമ്മളുടെ ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് പോലെ. അപ്പോൾ ഈ പാതയെ എക്ലിപ്റ്റിക് അഥവാ ക്രാന്തി വൃത്തം അല്ലെങ്കിൽ ക്രാന്തിപഥം എന്നാണ് പറയുന്നത്. ഈ എക്ലിപ്റ്റിക്കിൽ നിന്ന് 8 ഡിഗ്രി വീതം അതിൻ്റെ 2 വശത്തുമായി, അതായത് സൂര്യൻ സഞ്ചരിക്കുന്ന പാതയിൽ നിന്ന് 8 ഡിഗ്രി വീതം അതിൻ്റെ 2 വശത്തുമായി 16 ഡിഗ്രിയിലുള്ള ഒരു വളയം സങ്കല്പിക്കുക. ഈ വളയത്തെ 30 ഡിഗ്രി വീതമുള്ള 12 തുല്യ ഭാഗങ്ങളാക്കിയതിനെയാണ് 12 സോഡിയാക് അഥവാ 12 രാശികൾ എന്ന് പറയുന്നത്. ഈ 12 രാശികളും ചേർന്ന രാശിചക്രമാണ് നേരത്തെ പറഞ്ഞ വളയം. ഈ 12 രാശികൾക്കും ആ രാശിയിൽ ഉൾപ്പെടുന്ന പ്രധാന നക്ഷത്രങ്ങളെ ചേർത്ത് രൂപം സങ്കല്പിക്കുകയും ആ രൂപത്തിന് അനുയോജ്യമായൊരു പേര് ആ രാശികൾക്ക് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെയാണ് മേടം, ഇടവം, മിഥുനം, അങ്ങനെ 12 രാശികൾക്കും പേര് വന്നത്. ഇംഗ്ലീഷിൽ ആരീസ്, ടോറസ്, ജെമിനി, ക്യാൻസർ, ലിയോ, അങ്ങനെ പേരും ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്ലിപ്റ്റിക് അഥവാ ക്രാന്തിവൃത്തം, അതുപോലെ 12 രാശികൾ, ഇത് എന്താണെന്ന് മനസ്സിലായി. അതുപോലെ സൂര്യൻ മേടം രാശിയിൽ പ്രവേശിച്ചാൽ അത് മേടമാസമായിരിക്കും. ഒരു ദിവസം ഏകദേശം 1 ഡിഗ്രി വെച്ചാണ് സൂര്യൻ സഞ്ചരിക്കുക. അങ്ങനെ ഒരു മാസക്കാലം സൂര്യൻ മേടം രാശിയിലുണ്ടാവും. അത് കഴിഞ്ഞാൽ സൂര്യൻ അടുത്ത രാശിയായ ഇടവത്തിലേക്ക് നീങ്ങും. അങ്ങനെ ഏകദേശം ഒരു മാസം ഓരോ രാശിയിലും നിന്നിട്ട് പിന്നീട് അടുത്ത രാശിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. സൂര്യൻ ഒരു രാശിയിലേക്ക് കടക്കുന്ന ആദ്യത്തെ ദിവസത്തെയാണ് സംക്രാന്തി എന്ന് പറയുന്നത്. ഓരോ രാശിയിലെയും അഥവാ ഓരോ മലയാള മാസത്തിൻ്റെയും ആദ്യത്തെ ദിവസത്തെ സംക്രാന്തി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ മകരം രാശിയിലേക്ക് സൂര്യൻ കടക്കുന്ന ആദ്യത്തെ ദിവസമായ മകരം സംക്രാന്തിക്ക് എന്താണ് ഇത്ര പ്രത്യേകത? നമുക്കറിയാം, ഭൂമി അല്പം ചരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ ചരിവ്, ഈ ഭൂമിയുടെ ആക്സിസിലിൻ്റെ ഈ ചരിവ് മൂലം സൂര്യൻ എല്ലാ ദിവസവും കൃത്യം കിഴക്ക് ഉദിക്കുകയോ കൃത്യം പടിഞ്ഞാറ് അസ്തമിക്കുകയോ ചെയ്യാറില്ല. വർഷത്തിലാകെ 2 തവണ മാത്രമാണ് കൃത്യം കിഴക്ക് ഉദിച്ച് കൃത്യം പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കാറുള്ളൂ. അത് ഇപ്പോൾ മാർച്ച് 21-നും സെപ്റ്റംബർ 22-നുമാണ്. ഈ ദിവസത്തെ ഇക്വിനോക്സ് അഥവാ വിഷുവം എന്നാണ് വിളിക്കുന്നത്. പിന്നീട് ഓരോ 4 ദിവസം കൂടുന്തോറും സൂര്യൻ ഏകദേശം 1 ഡിഗ്രി എന്ന കണക്കിന് നോർത്തിലേക്ക് സഞ്ചരിച്ച് ജൂൺ 21-ന് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ വരെ പോയി തിരിച്ച് സൗത്തിലേക്ക് യാത്ര ചെയ്ത് ഡിസംബർ 21-ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖ വരെ എത്തി. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് ഈ സൂര്യൻ്റെ ഈ ഒരു ചലനത്തെ നമ്മൾ അയനചലനം എന്നാണ് പറയുന്നത്. ഇതനുസരിച്ച് നമ്മുടെ സീസണുകളും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഇനി മകരസംക്രാന്തിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് സൂര്യൻ കടക്കുന്ന ദിവസമാണ് മകരസംക്രാന്തി. അതായത് സാജിറ്റേറിയസിൽ നിന്നും കാപ്രിക്കോണിലേക്ക് കടക്കുന്ന ദിവസം. ഇത് ഇപ്പോൾ ജനുവരി 14 അല്ലെങ്കിൽ 15 ആ ദിവസങ്ങളാണ് ഉണ്ടാവാറ്. മറ്റ് സംക്രാന്തികളിൽ നിന്നും മകരസംക്രാന്തിക്കുള്ള പ്രത്യേകത, മകരസംക്രാന്തി ദിവസം തന്നെയായിരുന്നു സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള വടക്കോട്ടുള്ള യാത്ര ആരംഭിക്കുന്നത്. അതുപോലെ മഞ്ഞുകാലം അവസാനിച്ച് വസന്തകാലം ആരംഭിക്കുന്നതും മകരസംക്രാന്തി ദിവസത്തിലായിരുന്നു. ആ വർഷത്തേക്കുള്ള കൃഷി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് മകരസംക്രാന്തി ദിവസത്തോടനുബന്ധിച്ചായിരുന്നു. അതായത് മകരസംക്രാന്തി ദിനത്തിലായിരുന്നു സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നതും സൂര്യൻ്റെ അയനചലനം ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് ആരംഭിക്കുന്നതും. അതുപോലെ മഞ്ഞുകാലം കഴിഞ്ഞ് വസന്തം ആരംഭിക്കുന്നതും എല്ലാം മകരസംക്രാന്തി ദിവസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിലും പല ആഘോഷങ്ങളും ഉണ്ടാവാറുണ്ട്. ശബരിമലയിലെ പ്രത്യേക ഉത്സവം, പൊങ്കൽ, ലോഹരി,
ബിഹു, ഇങ്ങനെ പല ഉത്സവങ്ങളും. പക്ഷേ ഇപ്പോൾ ഭൂമിയുടെ മൂന്നാമത്തെ ചലനമായ പ്രിസിഷൻ അഥവാ പുരസ്സരണം കാരണം വർഷങ്ങൾ കൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഡേറ്റുകളെല്ലാം മാറി മറിഞ്ഞാണ് ഇരിക്കുന്നത്. മകരസംക്രാന്തി, അതായത് ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് സൂര്യൻ കടക്കുന്നത് ജനുവരി 14 അല്ലെങ്കിൽ 15 ആയിരിക്കും. ആ ദിവസമായിരിക്കും നമുക്ക് മകരം 1. അതേസമയം ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഡിസംബർ 21 അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഉത്സവങ്ങളൊക്കെ ആഘോഷിക്കേണ്ടിയിരുന്നത് ഡിസംബർ 21 പക്ഷേ പണ്ട് നമ്മൾ ആഘോഷിച്ചതുപോലെ ഇന്നും മകരം 1 അഥവാ ജനുവരി 14 15 ആഘോഷിക്കുന്നു എന്ന് മാത്രം. മകരസംക്രാന്തിയെക്കുറിച്ചും സൂര്യൻ്റെ അയനചലനങ്ങളെക്കുറിച്ചും അതോടനുബന്ധിച്ച ഉത്സവങ്ങളെക്കുറിച്ചും മനസ്സിലായി എന്ന് കരുതുന്നു. മകരസംക്രാന്തി പോലെ കേൾക്കാറുള്ള മറ്റൊന്നാണ് മകരജ്യോതി. ശബരിമലയുമായി ബന്ധപ്പെട്ട മകരജ്യോതി വളരെ പ്രശസ്തമാണല്ലോ. സൂര്യനെ പോലെ മറ്റ് നക്ഷത്രങ്ങളും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ശരിക്ക് സൂര്യൻ്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും ഉദയവും അസ്തമയവും ഭൂമിയുടെ കറക്കം മൂലം നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അനുഭവം മാത്രമാണ്. അല്ലാതെ ശരിക്ക് സൂര്യനും മറ്റ് നക്ഷത്രങ്ങളും ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നതല്ല, നമ്മുടെ അനുഭവം മാത്രമാണ്. മകരസംക്രാന്തി ദിനത്തിൽ, അതായത് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് കടക്കുന്ന മകരം 1 അത് ജനുവരി 14 വൈകിട്ട് കിഴക്ക് നിന്ന് അല്പം മാറി ഉദിച്ചുയരുന്ന നക്ഷത്രമാണ് സിറിയസ്. ആ ദിവസം വൈകിട്ട് 6:12 സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുക. അന്ന് സിറിയസ് നക്ഷത്രം ഉദിക്കുന്നത് വൈകിട്ട് 5:38. അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ആ ദിവസം സിറിയസ് നക്ഷത്രം ഉദിക്കും എന്നർത്ഥം. നാം ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും ശോഭയേറിയ നക്ഷത്രമാണ് സിറിയസ്. നമ്മുടെ സൂര്യനേക്കാൾ ഏകദേശം 25 മടങ്ങ് പ്രകാശമുള്ള നക്ഷത്രമാണ് സിറിയസ്. ഇത്രയും ബ്രൈറ്റായ സിറിയസിനെ കാണുമ്പോൾ ഇതൊരു നക്ഷത്രമല്ല മറ്റെന്തോ ആണ് എന്നൊക്കെ കരുതിയിരുന്ന കാലമുണ്ടായിരുന്നു. അങ്ങനെ കരുതാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. സാധാരണയായി ആകാശത്തിലെ നക്ഷത്രങ്ങളൊക്കെ കാണാൻ കഴിയുക സൂര്യൻ ചക്രവാളത്തിൽ മറഞ്ഞതിന് ശേഷം 72 മിനിറ്റ് കഴിഞ്ഞാണ്, 72 മിനിറ്റ്സ് കഴിഞ്ഞാണ്. അതായത് 24 മിനിറ്റ് വീതമുള്ള സിവിൽ ട്വിലൈറ്റ്, നോട്ടിക്കൽ ട്വിലൈറ്റ് ആൻഡ് ആസ്ട്രോണോമിക്കൽ ട്വിലൈറ്റ് ഇവ മൂന്നും കഴിഞ്ഞതിന് ശേഷമാണ് പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങളടക്കം കൂടുതൽ നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ സിറിയസ് ആണെങ്കിൽ സൂര്യൻ ചക്രവാളത്തിൽ എത്തുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പ് തന്നെ കിഴക്ക് നിന്ന് അല്പം തെക്ക് മാറി സിറിയസ് ഉദിച്ചുയരും. അതും ഇതൊരു സാധാരണ നക്ഷത്രമല്ല എന്ന് തെറ്റിദ്ധരിക്കാൻ കാരണമായിട്ടുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 8-9 മാസക്കാലം മകരജ്യോതി എന്ന സിറിയസ് നക്ഷത്രത്തെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് കാണാൻ കഴിയും. ഇത് ശബരിമലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് സിറിയസിനെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സിറിയസ് സൂര്യനെ പോലെ ഒരു ഒറ്റ നക്ഷത്രമല്ല, പകരം ഇതൊരു ബൈനറി സ്റ്റാറാണ്. അതായത് പരസ്പരം ചുറ്റിത്തിരിയുന്ന 2 നക്ഷത്രങ്ങളാണ് സിറിയസ്. ഇതിനെ ഡോഗ് സ്റ്റാർ എന്നും അറിയപ്പെടുന്നു. ഈ നക്ഷത്രം കാനിസ് മേജർ എന്നറിയപ്പെടുന്ന കോൺസ്റ്റലേഷൻ്റെ ഭാഗമാണ്. മറ്റൊന്ന് സിറിയസ് 8.6 ലൈറ്റ് ഇയേഴ്സ് അകലെയാണ്. അതായത് സിറിയസിൽ നിന്നുള്ള ലൈറ്റ് ഭൂമിയിലെത്താൻ 8.6 ഇയേഴ്സ് വേണം എന്നർത്ഥം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത് 8.6 ഇയേഴ്സ് മുമ്പേ ഉള്ള സിറിയസ് നക്ഷത്രത്തെയാണ്. ഈ നക്ഷത്രത്തിന് മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് എന്തെങ്കിലും പ്രത്യേകതയോ ദിവ്യത്വമോ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മകരസംക്രമത്തെക്കുറിച്ചും മകരജ്യോതിയെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.